സത്യത്തിൽ എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് നിങ്ങളൊക്കെ എന്നെ കോണ്ടാക്ട് ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു, അതിലൊരു മാറ്റവുമില്ല എന്ന് നിങ്ങളോട് വ്യക്തമാക്കാൻ കൂടിയാണ് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. അതിനോടനുബന്ധിച്ച് ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിലടക്കം വളരെ ഓക്കെ ആണോ? അപ്പോൾ ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിലടക്കം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ രാത്രി തന്നെ എന്നെ കോഴിക്കോട് സംസ്കാര സാഹിതിയുടെ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിന്ന് അതിൻ്റെ ചെയർമാൻ കാവിൽ പി മാധവൻ റിമൂവ് ചെയ്തിരുന്നു. അപ്പോൾ അത് ഇന്ന് ഞാൻ ഇതുപോലെ തന്നെ മാധ്യമങ്ങളോട് പറയുകയും ഞാൻ സ്റ്റേറ്റ് ഭാരവാഹിയാണ്, എന്നെ റിമൂവ് ചെയ്യേണ്ട ഒരു അധികാരവും ശരിക്കും പറഞ്ഞാൽ ഈ ചെയർമാനില്ല. ഞങ്ങളുടെ ചെയർമാൻ എന്ന് പറയുന്നത് CR മഹേഷ് MLA ആണ്. അദ്ദേഹം സ്ത്രീകൾക്കൊപ്പം സഹജീവികൾക്കൊപ്പം നിൽക്കുന്ന ഒരു മനുഷ്യൻ കൂടിയാണ്. സ്റ്റേറ്റ് ഗ്രൂപ്പിൽ ഞാൻ നിലനിൽക്കെ തന്നെ കോഴിക്കോടിൻ്റെ ഗ്രൂപ്പിൽ എന്നെ റിമൂവ് ചെയ്തത് അതൊരു വ്യക്തിപരമായ വിദ്വേഷം തീർക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെയാണ് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറയുകയുണ്ടായത്. ഇത് നിങ്ങളോട് അത് പറഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ആ റിമൂവ് ചെയ്ത കോഴിക്കോടിൻ്റെ സംസ്കാര സാഹിതിയുടെ ചെയർമാനായ കാവിൽ പി മാധവൻ തന്നെ ആ ഗ്രൂപ്പിലേക്ക് എന്നെ തിരിച്ചെടുത്തിരിക്കുകയാണ്. അത് തിരിച്ചെടുത്തത് ഞാൻ വലിയ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനകത്തിരുന്ന് അവിടെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പ്രതികരിക്കാനുള്ള ഒരു സ്പേസ് നിലനിൽക്കുന്നുണ്ട് എന്ന് കാണുന്നത് തന്നെയാണ് എനിക്ക് വലിയ പ്രതീക്ഷ എൻ്റെ പ്രസ്ഥാനത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ പ്രതീക്ഷയോട് കൂടി കാണുകയാണ് അതിനെ. ഇപ്പം നമുക്കൊരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പറയാൻ നമുക്ക് രാഷ്ട്രീയപരമായിട്ട് കോൺഗ്രസ്സിന് പറയാനുള്ള ഒരുപാട് കാരണങ്ങൾ, ഒരു 10 വർഷത്തെ ഭരണത്തിൽ ജനങ്ങൾക്കുണ്ടായ കുറേ ബുദ്ധിമുട്ടുകൾ, പ്രതിഷേധങ്ങൾ, പ്രതികരണങ്ങളൊക്കെ പറയാനുള്ള ഒരു സമയം കൂടിയാണ്. എന്നിട്ടും ഞാൻ എന്തുകൊണ്ട് ഈ സമയത്ത് കോൺഗ്രസ്സിനെതിരെ അല്ലെങ്കിൽ അങ്ങനെ പ്രതികരിച്ചു എന്നൊരു തോന്നലുണ്ടായതുകൊണ്ടാവാം ഒരുപാട് ആളുകൾ എന്നെ വിമർശിച്ചുകൊണ്ടും എന്നെ ഇൻബോക്സുകളിൽ ജീവനോടെ വെച്ചേക്കില്ല എന്ന് പറഞ്ഞൊക്കെ എനിക്ക് മെസ്സേജുകൾ വരുന്നുണ്ട്. അത് എന്നെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ള കാര്യം, കഴിഞ്ഞ ദിവസം പരാതി വന്നത് ഒരു 23 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ പരാതിയാണ്. ആ പരാതി എന്ന് പറയുന്നത് അതിന് പിന്നിൽ ഇനിയും ഒരുപാട് പെൺകുട്ടികൾ വരാനുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം അത്തരത്തിൽ ഒരുപാട് ആളുകളുടെ പ്രശ്നങ്ങളുമായിട്ട് ഈ സോഷ്യൽ മീഡിയയിലുള്ള ഇരകളോട് മോശമായി പെരുമാറുന്നത് കൊണ്ട്, ഇരകളെ അവരുടെ ഐഡൻറ്റിറ്റി വെളിവാക്കുന്ന രീതിയിൽ മുന്നോട്ട് വരുന്ന സൈബർ മീഡിയയിലുള്ള ബുള്ളിയിങ് കൊണ്ടാണ് സ്ത്രീകൾ മുന്നോട്ട് വരാത്തത് എന്നുള്ളത് കൂടിക്കൊണ്ടും, 23 വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ ചെറിയ പെൺകുട്ടികളാണ്. അത്തരത്തിലുള്ള പെൺകുട്ടികൾ പോലും ബലാത്സംഗത്തിനൊക്കെ ഇരയായി എന്ന് കേൾക്കുമ്പോൾ ഒരു സ്ത്രീ എന്ന രീതിയിൽ ഞാൻ പ്രതികരിക്കേണ്ടത് ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞിട്ട് അതിനെതിരെ പ്രതികരിക്കാം എന്ന തോന്നലൊന്നും എനിക്കില്ല. എൻ്റെ ഉള്ളിലുള്ള സ്ത്രീ, എൻ്റെ ഉള്ളിലുള്ള അമ്മ ഉറപ്പായിട്ടും അത് പ്രതികരിക്കും. അത് അങ്ങനെ തന്നെയാണ് പ്രതികരിച്ചിട്ടുള്ളത്. ഇതൊക്കെ ഷാഫി പറമ്പിലിന് അറിയാമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഇനി നിങ്ങളോട് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞതിനെ എതിർത്തുകൊണ്ട് ഷാഫി പറമ്പിൽ MP പറയണം, ഷഹനാസ് അങ്ങനെ എന്നോട് പറഞ്ഞിട്ടില്ല, പരാതിയായിട്ട് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനുള്ള മറുപടിയായിട്ട് മാത്രമായിരിക്കും ഞാൻ നിങ്ങളെ കാണുക ഈ വിഷയത്തിൽ. അല്ലാതെ സൈബർ ബുള്ളിങ്ങിന് നിയമപരമായിട്ട് മുന്നോട്ട് പോകേണ്ടത് നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകും. അല്ലാതെ ഈ വിഷയത്തിൽ എനിക്ക് പ്രത്യേകിച്ച് കൂടുതലൊന്നും പറയാനില്ല. പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അനിവാര്യമായ സമയങ്ങളിൽ ഒന്നുകിൽ ഞാൻ നിങ്ങളെ വിളിച്ചറിയിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണ് ഞാൻ എല്ലാ കാലത്തും എനിക്ക് പറയാനുള്ളത് ഞാൻ പറയാറുള്ളത്. ആ സമയത്തൊക്കെ മീഡിയാസ് എനിക്ക് വലിയ രീതിയിൽ സപ്പോർട്ട് തന്നിട്ടുണ്ട്. അപ്പം നിങ്ങളോട് ഞാൻ അറിയിക്കുന്നതായിരിക്കും. അല്ലാതെ ഇതിനെക്കുറിച്ച് പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇപ്പോൾ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക ഭാരവാഹി അല്ല ഞാനെന്ന് DCC പ്രസിഡന്റ് നേരത്തെ പറയുന്നത് കേട്ടു. അത് പറയേണ്ടത് സംസ്കാര സാഹിതിയുടെ ചെയർമാനായിട്ടുള്ള CR മഹേഷ് MLA ആണ്. ഞാൻ അതിൻ്റെ ഭാരവാഹിയാണോ, ഔദ്യോഗിക ഭാരവാഹിയാണോ അല്ലേ എന്നൊക്കെ ഉള്ളത് അദ്ദേഹം പറയേണ്ട കാര്യമാണ്. അതവർ മനസ്സിലാക്കുന്നുണ്ട് എന്ന് ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു. കാരണം ഇപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പിൽ ഇന്നലെ രാത്രി റിമൂവ് ചെയ്തിട്ട് തിരിച്ചെടുക്കേണ്ട ആവശ്യം അവർക്കില്ലല്ലോ. അപ്പോൾ ഒരു സ്ത്രീപക്ഷം അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സംസാരിക്കാനുള്ള ഒരു സ്പേസ് കോൺഗ്രസ്സിലുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അപ്പം കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനെ കുറ്റപ്പെടുത്താനോ അപമാനിക്കാനോ ഒന്നുമല്ല. അതിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ പലരും പറഞ്ഞ കാര്യം എനിക്ക് ഒരുപാട് പൈസ കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിയിലേക്ക് ചാടാനുള്ള ഒരു ശ്രമമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ വെറുതെ ഒരു തെറ്റായ ധാരണയാണ്. ഞാൻ എവിടെയാണോ ഉള്ളത്, ഞാൻ ഏത് പാർട്ടിയിലാണോ ഇരിക്കുന്നത്, ഞാൻ ഏത് ഇടത്താണോ പ്രവർത്തിക്കുന്നത്, സാഹിത്യമാവട്ടെ രാഷ്ട്രീയമാവട്ടെ, അതിനകത്ത് നിന്ന് തന്നെ അതിനെ പ്രതികരിക്കുക എന്ന് പറയുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഞാൻ. അത് ഇനിയും തുടരും. അങ്ങനെ ഞാൻ ഇനിയിപ്പം എന്നെ പാർട്ടി ഭാരവാഹിത്വത്തിൽ നിന്ന് ഒഴിവാക്കിയാലും കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കാൻ ഒരു പദവിയും വേണമെന്ന് ആഗ്രഹമുള്ള ഒരാളുമല്ല ഞാൻ.
നിരന്തരം പരാതികൾ പറഞ്ഞ് അല്ലെങ്കിൽ പ്രതികരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ട് കാലാകാലങ്ങളിൽ എല്ലായിടങ്ങളിലും എഴുത്തിൻ്റെ മേഖലയിലും ഒക്കെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്, രാഷ്ട്രീയത്തിലും ഉണ്ടായിട്ടുണ്ട്, ഒതുക്കി നിർത്തലുകൾ ഉണ്ടായിട്ടുണ്ട്, മാറ്റി നിർത്തലുകൾ ഉണ്ടായിട്ടുണ്ട്, പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും എനിക്ക് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുമുണ്ട് എന്നൊരു ആത്മസംതൃപ്തിയുണ്ട്. അപ്പോൾ അതുമായിട്ട് തന്നെ മുന്നോട്ട് പോകും.